ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളതെൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. വാടവാവേ, ഇത് എൻ്റെ ചേച്ചിയുടെ മോനാട്ടോ. ഇത് റംബുട്ടാനാണ്. ഇവിടെ നമ്മൾ കുറച്ച് തൈയുണ്ട്, ഒരു 10 തൈയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. ഒരു ജൂൺ എണ്ടൊക്കെ ആകുമ്പോഴത്തേക്കിന് പഴുക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പഴുത്ത് കഴിയുമ്പോൾ സെയിൽ ചെയ്യാറാണ് പതിവ്. ഇത്രയുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ എന്തായാലും കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. പിന്നെ കുറേ കിളിയൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകും. പിന്നെ ഇവിടെ ഒരു പപ്പായ ഉണ്ട്. ഇത് എപ്പോഴും ഇതിൽ പപ്പായ ഉണ്ടാവും. പപ്പായ ഇല്ലാത്ത സമയമില്ല, അതിൽ തീരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് മുള്ളാത്ത എന്ന് പറയും. മുള്ളാത്ത അങ്ങനെയാണ് നമ്മളിവിടെ പറയാറ്. അപ്പം അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. മുള്ളാത്ത നമ്മൾ പറയുന്ന മുള്ളാത്ത എന്നാണ്. അതിൻ്റെ തൈ ഇതിൽ കുറച്ച് അധികം ആയിട്ടുണ്ട്. ഇത്തവണ അല്ലെങ്കിൽ 1, 2, 3 എന്നൊക്കെയാണ് ആവുന്നത്. ഇത്തവണ കുറച്ച് അധികം തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് മുള്ളാത്ത. പക്ഷെ ഇത് ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റൊക്കെ ഓക്കെ ആവത്തില്ല. എനിക്ക് സാധാരണ ഇത് ഞാൻ കഴിക്കാറില്ല. ഇവിടെ ബാക്കി എല്ലാവരും കഴിക്കാറുണ്ട്, പക്ഷെ എനിക്കതിൻ്റെ ടേസ്റ്റ് എന്താ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇവിടെ കുറച്ച് പേരയ്ക്ക, പിന്നെ ഇത് ചെറിയ നാരങ്ങയില്ലേ, ആ നാരങ്ങയുടെ തൈയാണ് കേട്ടോ. ചെറിയ നാരങ്ങയുടെ തൈയ. ഇവിടെ അതിൻ്റെ തന്നെ വലിയ സൈസ് നാരങ്ങ കേട്ടോ. ഇത് ആക്ച്വലി വലിയൊരു മരമായിരുന്നു. അത് ഈ ഇടയ്ക്ക് കരിഞ്ഞു പോയി, എങ്ങനെയാണെന്നറിയില്ല. ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രാഗൻ്റെ തൈയാണ് കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്. ഇത്തവണ ഇതിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നമുക്കൊരു 2 കിട്ടിയത്. ഇത്തവണ കുറച്ചധികം പൂക്കളായിട്ടുണ്ട്. പക്ഷേ ഇത് പൂ വിടർന്ന് നിൽക്കാനായിട്ട് നല്ല രസമാട്ടോ കാണാനായിട്ട്. ഒരു വെളുത്ത കളറിൽ കുറച്ച് വലുതായിട്ടുണ്ടാവും. ഇപ്പം ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്. ഇതിലും സാധാരണ നമുക്ക് ചിക്കു ആവാറുണ്ട്. പിന്നെ ഇതിവിടെയൊക്കെ ആയതുകൊണ്ട് കിളി കൊത്തിക്കൊണ്ട് പോകും. ഇപ്പോൾ ചിക്കു ആയിക്കോണുണ്ട്. ഇതിൽ നല്ല കാട്ടുമാങ്ങയാട്ടോ. ഇവിടെ ഒരു വലിയ മരമുണ്ട്. അപ്പോൾ ഇതിലും ചിക്കു അത്യാവശ്യം ഇത്തവണ നല്ല രീതിക്ക് പൂവിട്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ മുറ്റത്തൊരെണ്ണമുണ്ട് വലിയത്, സെയിം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല മധുരമാണ്. നമ്മുടെ തേൻ പോലെ മധുരമാണ്. അത്രയ്ക്ക് മധുരമുണ്ട് ഇതിന്. നല്ല രസമാണ് കഴിക്കാൻ. ഇത് നമ്മുടെ റംബുട്ടാൻ്റെ മരം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലേസ് എനിക്ക്. കാരണം ഇത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണ്. അപ്പോൾ 2 സൈഡിലായിട്ട് റംബുട്ടാൻ ഇങ്ങനെ നട്ടിരിക്കുകയാണ്. നമുക്ക് നല്ല രസമാണ്. പിന്നെ ഇതൊരു മാവാണ് കേട്ടോ. പണ്ടാണെങ്കിൽ നമ്മളിവിടെ നല്ല കുറേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, കുറേ മാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകെപ്പാടെ 2 മാവാണുള്ളത്. അതിലൊന്ന് ഇതിപ്പോൾ നമ്മൾ ഇത് നട്ടപാടെ ഒരു 6 മാസമൊക്കെ ആയപ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാ കൊല്ലം അത്യാവശ്യം മാങ്ങയൊക്കെ കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം കുറച്ചധികം തന്നെ കിട്ടി. ഇപ്പം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വന്നിട്ട് കുറച്ചധികം മാങ്ങ അതിൽ നിന്ന് കഴിച്ചു. ഇനി ഇവിടെ ഒരു ചിക്കുണ്ട്. ഇതിൽ നല്ല അത്യാവശ്യം നമുക്ക് ചിക്കു കഴിക്കാൻ കിട്ടാറുണ്ട്. മുളകൊക്കെ ഇത് ഏത് തരത്തിലുള്ള മുളകാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനത്തെ മുളകാണ്. ഇങ്ങനത്തെ മുളക്, ഈ ടൈപ്പിലുള്ള മുളകാണ്. പർപ്പിൾ മുളക്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഈ ടൈപ്പിലുള്ള മുളക് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു റംബുട്ടാനാണ് കേട്ടോ. ഇത് ചുമന്ന കളറല്ല, ഇത് മഞ്ഞ കളറുള്ള റംബുട്ടാനാണ്. ഇത് കൊക്കോ തൈയാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പൈനാപ്പിൾ ആയിട്ടുണ്ട്. പണ്ട് ഇവിടെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് ഇങ്ങനെ കാട് പോലെ ആയപ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ ചക്ക ആയിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് മൊത്തം റബ്ബറാണ് കേട്ടോ.
ഇപ്പം നല്ല മൂടലുണ്ട്, മഴ വരുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 ബൈ.